അവളെ DNA ശരിയല്ലെന്ന് 3-4 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തപ്പോഴാണ് ഞാൻ ഈ കോള് ചെയ്യുന്നത്. ടിനിയും ലക്ഷ്മിപ്രിയും ഒരേ നേച്ചറിൽ ഇതുപോലെ പലരോടും സംസാരിക്കാറുണ്ട്. എനിക്കത് പുല്ലായതുകൊണ്ടുണ്ടല്ലോ, ഈശ്വരനാ മീനാക്കുറിപ്പല്ല ലക്ഷ്മിപ്രിയയുടെ ജാതകം എഴുതുന്നത്. മനസ്സിലായോ? മീനാക്കുറിപ്പിന് ഒരു ഉണ്ടയും സാധിക്കില്ല ഈ ലോകത്ത്. നിങ്ങൾ എന്ത് കോപ്പി ചെയ്തെന്ന് പറഞ്ഞാലും എനിക്കൊരു പുല്ലുമില്ല. ഈ സിനിമാക്കാരുടെ അല്ലെങ്കിൽ ഈ അമ്മ സംഘടനയിലുള്ള ആൾക്കാരുടെ വഴക്കും പ്രശ്നങ്ങളും ഇല്ലാത്ത ഒരു ദിവസം പോലുമില്ല. ഇതിന്റെ കാരണം ഈ നമുക്കറിയാം, ഒരു 3 മാസം മുമ്പ് എല്ലാ ദിവസവും വഴക്ക് തന്നെയാണ്. ഒരു പ്രത്യേകിച്ച് ഇന്ന ദിവസം വഴക്ക് എന്ന് പറയാനല്ല, സിനിമാക്കാരുടെ ഇടയിൽ എന്നും പ്രശ്നങ്ങളാണ്. ഇനി വളരെ മോശമായിട്ട് അൻസിബയെ ആക്ഷേപിച്ച് സംസാരിച്ചു. ഇങ്ങനെ DNA ശരിയല്ല. അത് കേട്ടവർ ഒരുപാട് പേരുണ്ടായിരുന്നു. ഞാൻ അപ്പൊ തന്നെ ടിനി ടോമിനോട് പറഞ്ഞു, ടിനി ഞാൻ ഇത് അൻസിബയെ വിളിച്ച് പറയാൻ പോവാ. ടിനിയുടെ മുന്നിൽ നിന്നിട്ട് തന്നെയാണ്, അല്ലെങ്കിൽ ടിനി കാണുന്നുണ്ട് എന്നെ, ഞാൻ നിൽക്കുന്ന സ്ഥലം, അവിടെ നിന്നിട്ടാണ് ഞാൻ അൻസിബയെ ഫോൺ ചെയ്യുന്നത്. അത് ഒരു പ്രാവശ്യമല്ല, അവളെ DNA ശരിയല്ലെന്ന് 3-4 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തപ്പോഴാണ് ഞാൻ ഈ കോള് ചെയ്യുന്നത്. അൻസിബ ഇത് എവിടെ വെച്ച് അൻസിബ ഇത് പറഞ്ഞാലും ആര് കേട്ടു എന്ന് ചോദിച്ചാല് ഞാൻ പറയും ഞാൻ കേട്ടു എന്ന്. പിന്നീട് ഈ വകയുള്ള അറ്റാക്കും അഗ്രസീവ് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ലേഡീസ്, പ്രത്യേകിച്ച് എന്നോട്, അൻസിബയോട്, ടുവേർഡ്സ് നമ്മുടെ ജനറൽ സെക്രട്ടറി കുക്കു പരമേശ്വരനോടും അതേ അഗ്രസീവ് നേച്ചർ കാണിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ടിനിയും ലക്ഷ്മിപ്രിയും ഒരേ നേച്ചറിൽ ഇതുപോലെ പലരോടും സംസാരിക്കാറുണ്ട്. ആരും അവരെ സ്റ്റോപ്പ് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഇത് കണ്ടിന്യൂ ചെയ്തത്. അങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്ന ആൾക്കാരെ മാറ്റി നിർത്തണം. അതിനുള്ള ചങ്കൂറ്റം ഉണ്ടാവണം. കുറച്ചൊരു ബഹുമാനമുള്ളത് പ്രസിഡന്റിന്റെ അടുത്താണ്. ഈ ഒരു ടീമിനെ വെച്ചിട്ട് മുന്നോട്ടേക്ക് പോകുന്നതിൽ എനിക്ക് അഭിപ്രായമില്ല. അൻസിബ രാജിവെച്ചപ്പോൾ അവിടെ സന്തോഷം പ്രകടിപ്പിച്ചു 2-3 പേരെന്ന് ഞാൻ അറിഞ്ഞു. അടുത്ത സന്തോഷം ഞാൻ രാജിവെക്കുമ്പോൾ അവർ പ്രകടിപ്പിക്കുന്നത് എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ നിൽക്കും. നടി അൻസിബയുടെ DNA ശരിയല്ലെന്നും ജിഹാദി എന്ന് വിളിച്ചത് താൻ കേട്ടെന്നും മീനാക്കുറിപ്പ് വ്യക്തമായി ഇതിൽ പറയുന്നുണ്ട്. എഴുതി വെച്ചുതരാം. നിങ്ങൾ ഇതിന്റെ പേരിൽ എന്നെ കുറിച്ച് എന്ത് കംപ്ലൈന്റ് ചെയ്താലും, നിങ്ങൾ എന്ത് കോപ്പി ചെയ്തെന്ന് പറഞ്ഞാലും എനിക്കൊരു പുല്ലുമില്ല കേട്ടോ. ഒരു ആർട്ടിസ്റ്റിനെ ഒരുക്കി ഞങ്ങളുടെ ഒരു ഡാൻസ് കഴിഞ്ഞിട്ട് എത്ര സമയം കഴിഞ്ഞിട്ടാണ് നിങ്ങളുടെ ഫാഷൻ ഷോ ഉള്ളത്? എനിക്കറിയാലോ, ഞാൻ ഇതിനകത്തുള്ള ഒരു കോർഡിനേറ്റർ തന്നെയല്ലേ. എനിക്കറിയാലോ ഏത് പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഏത് എങ്ങനെയെന്നുള്ളത് എനിക്കറിയാമല്ലോ. എന്തെങ്കിലും ഒരു കാര്യം ചെയ്യും, ലാലേട്ടനെ ആദരിക്കുന്നിടത്ത് നിൽക്കാനോ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ? നിങ്ങളടുത്ത് വേണ്ട 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 എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. നിങ്ങൾ എന്ത് പട്ടി ഷോയാണ് സ്ത്രീയെ നിങ്ങൾ ഞങ്ങളുടെ പ്രോഗ്രാം സ്ഥലത്ത് കിടന്ന് കാണിച്ചത്. നിങ്ങൾ എന്തെല്ലാം പൂവും മായും കായും ഒക്കെ പറഞ്ഞ് നിങ്ങൾ എന്ത് പന്ന സ്ത്രീയാണ്. നിങ്ങളൊരു സ്ത്രീ തന്നെയാണോ? സ്ത്രീ എന്ന് പറയുമ്പോണ്ടല്ലോ അതിന് കുറച്ചുകൂടെ മാന്യതയുണ്ട്. സ്ത്രീകൾക്ക് പോലും ഒരു അപമാനമാണ് നിങ്ങൾ. മനസ്സിലായോ? വിഷമാണ് നിങ്ങൾ. നിങ്ങളാണ് ഈ സംഘടനയിലെ പോയിസണേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ത്രീ എന്ന് പറയുന്നത് നിങ്ങളാണ്. മനസ്സിലായോ? നിങ്ങളുടെ തലയിൽ കൂടാണോ ഈ അമ്മ അസോസിയേഷനിലെ 504 അംഗങ്ങളുടെയും കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്? നീനാക്കുറിപ്പെ പറ, നിങ്ങൾ പറ. നിങ്ങളെ കൊണ്ട് ഞാൻ ഇതിന്റെ സമാധാനം പറയിപ്പിക്കും. മനസ്സിലായോ? നിങ്ങൾ കരയും. ഞങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളെ വ്യക്തിപരമായിട്ട് ഇഷ്ടമുണ്ടോ? പറ. നമ്മൾ സ്നേഹം കൊടുത്താണ് സ്നേഹം മേടിക്കേണ്ടത്, ബഹുമാനം കൊടുത്താണ് ബഹുമാനം മേടിക്കേണ്ടത്. നിങ്ങൾ ഒറ്റയൊരുത്തി ഇലക്ഷന് മുമ്പ് എല്ലാ മനുഷ്യരും നിങ്ങൾ ഓടി നടന്ന് വിളിച്ചു പറഞ്ഞു. ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല അത്. ലക്ഷ്മിപ്രിയക്ക് വോട്ട് കൊടുക്കരുതെന്ന് വിളിച്ചു പറഞ്ഞ തെളിവ് സഹിതം ഞങ്ങളുടെ കയ്യിലുണ്ട്. എനിക്കത് പുല്ലായതുകൊണ്ടുണ്ടല്ലോ, ഈശ്വരനാ മീനാക്കുറിപ്പല്ല ലക്ഷ്മിപ്രിയയുടെ ജാതകം എഴുതുന്നത്. മനസ്സിലായോ? മീനാക്കുറിപ്പിന് ഒരു ഉണ്ടയും സാധിക്കില്ല ഈ ലോകത്ത്. അങ്ങനെ ഒരു തവളയ്ക്കൊരു വിചാരമുണ്ട്, പൊട്ടക്കുഴിയിലെ തവളയ്ക്ക് ഇതാണ് സ്വർഗ്ഗലോകം എന്ന്. നിങ്ങൾ എന്താ ഭക്ഷണ കാര്യത്തിൽ നിങ്ങൾ ഇടപെടുന്നു, മറ്റേ ഡാൻസിന്റെ കാര്യത്തിൽ ഇടപെടുന്നു, ഇതിലിടപെടുന്നു. നിങ്ങൾ ചെയ്യുന്ന എന്തെങ്കിലും കാര്യത്തിൽ ഞങ്ങൾ ഇത്രയും 16 അംഗങ്ങളുണ്ടല്ലോ, ഞങ്ങൾ ആരെങ്കിലും ഇന്റർഫിയർ ചെയ്തിട്ടുണ്ടോ സ്ത്രീയെ? നിങ്ങൾക്ക് എന്തെങ്കിലും മാനസിക പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ പോയിട്ട് ട്രീറ്റ്മെന്റ് എടുക്കണം. അതല്ലാതെ വേറെ എന്തെങ്കിലും പ്രശ്നമാണെങ്കിൽ അതിന് നിങ്ങളാണ് പരിഹാരം കണ്ടെത്തേണ്ടത്. അതിന് ഞങ്ങൾ 16 പേർക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. മനസ്സിലായോ? ഈ സ്ത്രീക്ക് ആരാ ഇത്രയൊക്കെ ശരി? ഇവരെന്താ പോലീസോ? ഇവരാണോ അമ്മയുടെ പ്രസിഡന്റ്? ഇവരാരാ? എനിക്കൊന്ന് പറഞ്ഞോ നിങ്ങള്. ഇവര് നമ്മളെ പോലെ ഒരു മെമ്പർ മാത്രമല്ലേ ശ്വേത ചേച്ചി, കുക്കു ചേച്ചി? നമ്മളെല്ലാം കഷ്ടപ്പെടുന്ന ആർക്ക് വേണ്ടിയിട്ടാ? ഇതാണ് നമ്മുടെ കുടുംബം. അമ്മ എന്ന് പറയുന്ന സംഘടനയാണ് നമ്മുടെ കുടുംബം. ഈ കുടുംബത്തിന് വേണ്ടിയിട്ടാണ് കഷ്ടപ്പെടുന്നത്, അല്ലാതെ നമ്മുടെ വീട്ടുകാർക്ക് ഉണ്ടാക്കി കൊടുക്കാനല്ല നമ്മൾ കഷ്ടപ്പെടുന്നത്. മനസ്സിലായാ? ഇത്ര വൃത്തികെട്ടവളാന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. നീ എന്റെ പേരിൽ എനിക്കൊണ്ട് കേസ് കൊടുത്താലും എനിക്കൊരു കുന്തവും ഇല്ല. മനസ്സിലായാ? എനിക്കുണ്ടല്ലോ ഒരു കാലത്തും ഇതിനപ്പുറപ്പേ ഞാൻ പറഞ്ഞു തരികയാണ്, നിന്റെ അന്ത്യം ഉണ്ടല്ലോ ഞങ്ങളെല്ലാം കാണും. ഞാൻ ജീവിച്ചിരിപ്പില്ലെങ്കിലും ഉണ്ടല്ലോ കാണുന്നവരുണ്ടാവും. എന്റെ ആത്മാവെങ്കിലും കാണും. അത് നീ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും നീ പുഴുത്തേ നീ ചാവുള്ളൂ. നോക്കിക്കോ. ഇതിന്റെ പേരിൽ എന്റെ പേരിൽ എന്ത് നടപടി വന്നാലും എനിക്കൊരു കുന്തോ ഇല്ല. നീ ആരാ ഇവിടുത്തെ?
നീ എന്താ ഞങ്ങളുടെ ആണുങ്ങളെല്ലാം നീ എന്തൊക്കെയായിരുന്നു കിടന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്? അവരെ കേട്ടില്ല, ഇവരെ കേട്ടില്ല. എന്താ നിനക്ക് പ്രിയപ്പെട്ടവർ മാത്രമേ ഉള്ളൂ ഇതിനകത്ത്? നിങ്ങൾക്ക് എന്ത് കഴിവാ ഉള്ളത്? നിങ്ങൾ അതൊന്ന് പറ. ഈ ആൾക്കാരുടെ അടുത്ത് വഴക്കിടാനും അവരുടെ നേരത്ത് കുതിര കയറാനും അവരെയൊക്കെ ചീത്ത പറയാനും അവരെ വെറുപ്പിക്കുക എന്നല്ലാതെ നിങ്ങൾക്ക് എന്ത് നിങ്ങൾക്ക് കഴിവുണ്ട്? നിങ്ങൾ ആരാ? വിശ്വാസര നടിയോ? നിങ്ങൾ ആരാ? നിങ്ങൾക്ക് എങ്ങനെയാ അമ്മയില് മെമ്പർഷിപ്പ് കിട്ടിയെന്ന് പോലും എനിക്കറിയില്ല കേട്ടോ. നിങ്ങൾ എന്ത് ക്യാരക്ടർ അഭിനയിച്ചിട്ടുള്ളത്? നിങ്ങൾ എടുത്ത ക്യാരക്ടേഴ്സ് ഒന്ന് എടുത്തെടുത്തെടുത്ത് നിങ്ങൾ തന്നെ ഒന്ന് അനലൈസ് ചെയ്യും. അത്രേ ഉള്ളൂ. ആർക്കും ഇല്ലാത്ത സ്പെഷ്യാലിറ്റി ഒന്നും നിങ്ങൾക്കില്ല. നിങ്ങൾ വിശ്വോത്തര നടിയായതുകൊണ്ടല്ല നിങ്ങൾ നിൽക്കുന്നത്. നിങ്ങൾ നന്നായിട്ട് സംസാരിക്കാൻ പോലും അറിയില്ല. നാക്ക് പോലും നിങ്ങൾക്ക് തിരിയില്ല. ചേമ്പ് പുഴുങ്ങിയത് വായിലിട്ടതുപോലെയാണ് നിങ്ങൾ സംസാരിക്കുന്നത്. ഇംഗ്ലീഷ് പറഞ്ഞാലും മലയാളം പറയാത്ത ആൾക്കാർക്ക് മനസ്സിലാവില്ല. അതെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ സൗന്ദര്യം, നിങ്ങളെക്കാട്ടിലും സൗന്ദര്യമുള്ള ആൾക്കാരുണ്ട്. നിങ്ങൾ എന്റെ അമ്മയെ കണ്ടു നോക്കണം, മനസ്സിലായാ? എന്റെ അമ്മ എന്ത് സുന്ദരിയാണ് നിങ്ങളെക്കാട്ടിലും. എന്റെ അമ്മയുടെ പെരുമാറ്റം എന്ത് നല്ല പെരുമാറ്റമാണ് കാണിച്ചത്. ചെറ്റത്തരായിപ്പോയി, തെമ്മാടിത്തരായിപ്പോയി. മമ്മൂക്കായും ലാലേട്ടനും ഒക്കെ ഇരുന്നപ്പോൾ വളരെ നല്ല രീതിയിൽ ഒറ്റപ്പെട്ട ഒന്ന് രണ്ട് പ്രശ്നങ്ങൾ ഒഴിച്ചാൽ വളരെ നല്ല രീതിയിലുള്ള ഒരു നേതൃത്വ സ്ഥാനം വഹിക്കുന്ന ആൾക്കാരായിട്ടായിരുന്നു നേരത്തെ തോന്നിയിരുന്നത്. എന്നാൽ ഈ വനിതകളുടെ ഒരു കടന്നാക്രമണം അതിൽ കണ്ടു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതായത് ഈ വനിതകള് ഭാരവാഹികളായിട്ട് വന്നപ്പോഴാണ് ഇത്തരം പ്രശ്നങ്ങൾ കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ കയ്യിൽ കിട്ടിയാൽ എന്തോ വലിയ കാര്യമൊക്കെ വലിയ പൊക്കത്തിലാണ് അന്നൊക്കെ പറഞ്ഞിരുന്നത്. കാരണം എന്തോ സംഭവിച്ചു പോയി, അതുകൊണ്ട് ഇനി ഞങ്ങൾ അങ്ങോട്ട് ഏറ്റെടുക്കുകയാണ് എന്നൊക്കെയാണ് അന്ന് പറഞ്ഞിരുന്നത്. ഇപ്പോൾ മുൻപന്തിയിൽ നിൽക്കുന്ന ഈ സിനിമാക്കാരൊക്കെ പറഞ്ഞിരിക്കുന്നത് എന്തോ അവരുടെ കയ്യിലോട്ട് കിട്ടിയ അവരേതാണ്ട് വലിയ കാര്യമൊക്കെ ചെയ്യും, ഒരുപാട് വലിയ സംഭവമായിട്ട് തീരും. അവരുടെ കയ്യിലായിരുന്നെങ്കിൽ ഈ നേതൃത്വവും ഈ സ്ഥാനങ്ങളും ഭാരവാഹിത്വവും ഒക്കെ അവരുടെ കയ്യിലായിരുന്നെങ്കിൽ അങ്ങ് വലിയ രീതിയിൽ അവരങ്ങ് ചെയ്തേനെ. ഇതിപ്പോ ആണുങ്ങളുടെ കയ്യിലിരുന്നുകൊണ്ടാണ് അങ്ങോട്ട് ഒരുപാട് ചെയ്യാൻ സാധിക്കാത്തതെന്നുള്ള രീതിയിലൊക്കെയാണ് ഇവര് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോഴത്തെ ഈ പ്രശ്നങ്ങൾ അടിക്കടി വർദ്ധിച്ചു വരുന്ന ഒരു രംഗമാണ്. പഴയതിലും കൂടുതൽ എന്ന് പറയുമ്പോൾ അവരുടെ ആ അവസ്ഥയൊന്ന് മനസ്സിലാക്കണം. ഓരോ വോയിസ് റെക്കോർഡും ഒക്കെ കേൾക്കുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോവുകയാണ്. കാരണം ഇത്രയധികം പ്രശ്നങ്ങൾ കവർ ചെയ്ത് വരിക എന്നൊക്കെ പറയുമ്പോൾ, അല്ലെങ്കിൽ ഇത്രയധികം പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ട് ഓരോ പെൺകുട്ടികളും നടികളും എല്ലാവരും ആണുങ്ങളുടെ ഇടയിലാണെങ്കിലും അത് ഇന്ന ആൾക്കാരെന്നില്ല, ആണുങ്ങളെന്നോ സ്ത്രീകളെന്നോ ഒന്നുമില്ല. ഇത് ഏതൊരു മേഖല എടുത്താലും അവിടെയൊക്കെ സത്യസന്ധമായിട്ട് വളരെ നല്ല രീതിയിൽ പോവുകയാണെങ്കിൽ മാത്രമേ നമുക്ക് കേട്ടിരിക്കുന്നവർക്ക് പോലും അവരെയൊക്കെ അംഗീകരിക്കാൻ സാധിക്കുകയുള്ളൂ. ഇവരെ നമ്മുടെ സിനിമാ മേഖലയിലുള്ളവരെയൊക്കെ നമ്മൾ ഒരുപാട് റെസ്പെക്ട് കൊടുത്തിരുന്ന കാലങ്ങൾ ഉണ്ടായിരുന്നു അല്ലെ. അതൊക്കെ പോയിട്ട് ഇപ്പൊ കുറച്ച് നാളായിട്ട് എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്? സിനിമാ മേഖലയിലുള്ള ആൾക്കാരുടെ ഇടയിൽ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്? ഒരു കാലത്ത് വളരെ നല്ല രീതിയിലായിരുന്നു ഇവരുടെയൊക്കെ പോയിക്കൊണ്ടിരുന്നത്. അമ്മ സംഘടനയാണെങ്കിലും അല്ലെങ്കിൽ ഇവരുടെയൊക്കെ ഓരോ പ്രവർത്തനങ്ങളാണെങ്കിലും പൊതുപ്രവർത്തനങ്ങളിലൊക്കെ ആണെങ്കിലും ഇവരെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ഇന്റർവ്യൂസിലൊക്കെ ആണെങ്കിലും നമ്മൾ ഒരുപാട് ഇവരെ കണ്ടിട്ടുണ്ട്. പക്ഷെങ്കിൽ ഇന്നിപ്പോൾ നമുക്ക് ഓരോ ആൾക്കാരെയും എടുക്കുമ്പോൾ വളരെയധികം സംശയത്തോടു കൂടി മാത്രമേ നമുക്ക് ഓരോ ആൾക്കാരെയും വീക്ഷിക്കാൻ പറ്റുകയുള്ളൂ. അത്രയ്ക്ക് മോശമായ രീതിയിലാണ് അമ്മയുടെ പ്രവർത്തനം എന്ന് പറയുമ്പോൾ നമുക്ക് ഈ പുറത്തുള്ള ആൾക്കാർക്ക്, അതായത് അമ്മ സംഘടനയിൽ ഇല്ലാത്ത പൊതുജനങ്ങളുടെ ഇടയിൽ നിന്നും ഇവർക്കുള്ള ഇമേജ് ഇപ്പോൾ എന്താണ്? ഈ ഒരു സിനിമാ മേഖലയിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരു ആക്റ്റാണ് അവിടെ നടക്കുന്നത്. അവരുടെ ഒരു തൊഴിലാണ് ഈ ആക്ട് എന്ന് പറയുന്നത്. സിനിമ അഭിനയിക്കുക. ആ അഭിനയം മാത്രം അല്ലേ കാഴ്ചവെക്കുന്നത്. ഈ അഭിനയം കഴിയുമ്പോൾ വ്യക്തിപരമായിട്ടുള്ള അടി നടക്കുന്നത് എന്തിനാണ്? അത് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകാത്ത ഒരു കാര്യമാണ്. സ്റ്റാഫുകൾ ഒന്നിച്ചു നിൽക്കുക. ഓരോ സ്ഥാപനങ്ങളും എടുക്കുമ്പോൾ സിനിമാ മേഖല മാത്രമല്ല, കേരളത്തിലുള്ള പൊതുസ്ഥാപനങ്ങൾ ഒരുപാട് സ്ഥാപനങ്ങൾ പ്രവർത്തിക്കാൻ ഇതുപോലെ ഇവരെ പോലെ അടി കൂടിയിരുന്നെങ്കിൽ ഇന്ന് ഓരോ ജനങ്ങൾക്കും ഉള്ള ജനങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു സേവനം എന്താണ്? ഓരോ സ്ഥാപനത്തിലും ഓരോ സേവനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഓരോ വിഭാഗത്തിനും അതിൻ്റെതായ റോളുകളുണ്ട്. സിനിമാക്കാർ സിനിമ അഭിനയിക്കുന്നെങ്കിൽ മറ്റ് സ്ഥാപനങ്ങളിലുള്ള ആൾക്കാർ അതിലും മികച്ച ജോലികളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം സേവനത്തിന്റെ ഭാഗത്തിൽ വരും, സേവന മനോഭാവത്തിന്റെ ഭാഗത്തിൽ വരും. നമ്മൾ ചെയ്യുന്ന ജോലിക്ക് പ്രതിഫലം വാങ്ങിക്കൊണ്ടാണെങ്കിലും ജനങ്ങളെ നമ്മൾ സേവിക്കുകയാണ്. അത് സിനിമാ മേഖലയിലുള്ളവരാ തരുന്ന കലാപരമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ മറ്റ് സ്ഥാപനങ്ങളിൽ പൊതുജനങ്ങൾ ഓരോരുത്തരും ഏതായാലും ജോലി ചെയ്യാതെ ആരും പൈസ ഉണ്ടാക്കുന്നില്ല. അല്ലെങ്കിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള പൈസ
നമ്മൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? അതൊരു തൊഴിൽ ചെയ്ത് തന്നെയാണ്. സിനിമാക്കാർ മാത്രമല്ല പൈസ ഉണ്ടാക്കുന്നത്.